മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140 അടിയായി ഉയർന്നതിനെ തുടർന്ന് ഇടുക്കിയിൽ ആശങ്ക. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജില്ലയിൽ 8 കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. ജലനിരപ്പ് 142 അടിയായ ശേഷം മാത്രമേ ഷട്ടറുകൾ തുറക്കുകയുള്ളൂവെന്ന് തമിഴ്നാട് കേരളത്തെ അറിയിച്ചു. ഇതിനിടെ അണക്കെട്ടിൽ പരിശോധനയ്ക്കെത്തിയ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ തമിഴ്നാട് തടഞ്ഞു. 14.4 മില്ലിമീറ്റർ മഴയാണ് അണക്കെട്ടിൽ ഇന്നലെ പെയ്തത്. 19 മില്ലിമീറ്റർ മഴ തേക്കടിയിലും പെയ്തു. സെക്കൻഡിൽ 1916 കനയടി ജലമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. 900 കനയടി ജലമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത്. ജലനിരപ്പ് 142 എത്തിച്ച് അണക്കെട്ടിന് ബലക്ഷയമില്ല എന്ന് സ്ഥാപിക്കാനാണ് തമിഴ്നാടിന്റെ നീക്കം. 2005 ശേഷം ജലനിരപ്പ് 139 അടിക്ക് മുകളിലെത്തുന്നത് ആദ്യമായാണ്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. 6 വില്ലേജുകളിലും ഇടുക്കി കളക്ടറേറ്റിലും പീരുമേട് താലൂക്ക് ഓഫീസിലുമാണ് കൺട്രോൾ റൂമുകൾ തുറന്നത്. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അപ്പോൾ ഏത് സാഹചര്യം ഉണ്ടായാലും ആളുകളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. തഹസിൽദാർമാർ 3 പേരും ഇപ്പോൾ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനം നടത്തുന്നുണ്ട്. ജലനിരപ്പ് 142 അടിയായ ശേഷമേ അണക്കെട്ട് തുറന്നു വിടുകയുള്ളൂവെന്ന് തമിഴ്നാട് കേരളത്തെ അറിയിച്ചിട്ടുണ്ട്. തേനി കളക്ടർ ഇക്കാര്യം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു. ജലനിരപ്പ് 142 അടിയാകാറായ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്തത്. കുമളിയിൽ ചേർന്ന യോഗത്തിൽ പോലീസ്, വനം, റവന്യൂ ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ചീഫ് എഞ്ചിനീയർ ലതികയുടെ നേതൃത്വത്തിൽ അണക്കെട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത്. എന്നാൽ ലതികയും സംഘത്തെയും ഗ്യാലറിയിൽ പരിശോധന നടത്താൻ തമിഴ്നാട് ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല. ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർ കുത്തിയിരുന്ന് പ്രതിഷേധം രേഖപ്പെടുത്തി. റിപ്പോർട്ടർ, ഇടുക്കി.